Checking Value Plus card. Just pay ₹2,999 and get food worth ₹4,000. दिन बदलेंगे दिन हमारे, कल चमकेंगे अपने सितारे, दिल हमने जो मिलके सवारे, कल सच होंगे अपने वो सारे, तेरा दिल गाएगा जुजू जुबी जुबी जुबी, मस्ती में गाएगा जुजू जुबी जुबी जुबी, हो जुबी जुबी जुबी, हो जुबी जुबी जुबी, जुबी जुबी जुबी, हो ഹലോ ഗുഡ് മോർണിംഗ് പറയൂ പേർപ്പസ് എല്ലാം ഓക്കെ ആണല്ലോ. പെർമിഷൻ വാങ്ങി, ഡോക്യുമെൻറ്റ്സ് പക്ക. വൺ സെക്കൻഡ് ഞാൻ റാമിനോടൊന്ന് ചെക്ക് ചെയ്തോട്ടെ. റാം ഒന്ന് അർജന്റ് ആയിട്ടെങ്കിൽ വന്നേ. ദുബായ് നല്ല കോളാ. എന്തോ ബിസിനസ് ഇഷ്യൂസാ, ചോദിച്ചു നോക്ക്. ഹലോ, യെസ്, റാമാണ്. അതെ, എല്ലാ ഡോക്യുമെൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. എല്ലാം പെർഫെക്റ്റ് ആണെന്നാണല്ലോ പറഞ്ഞത്. കോപ്പീസോ? ജസ്റ്റ് എ സെക്കൻഡ്, ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഇപ്പോൾ മെയിൽ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഹോൾഡ് ഓൺ. സെൻഡിങ്. ഇപ്പോൾ കിട്ടുവേ? ഇവിടെ നിന്ന് സെൻഡ് ആയിട്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്തേ. അതെ, I'll do the needful. You just check the documents. If there's any problem, I'll come there. Yeah, that's right. No, you can call me anytime. Yeah, sure. Please. Thank you. എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ? പ്രശ്നമൊന്നുമില്ല. ഡോക്യുമെൻറ്റ്സ് എന്താ അവർക്ക് എന്തോ ചെക്ക് ചെയ്യാൻ എന്തോ ചെറിയ കൺഫ്യൂഷൻ. ചിലപ്പോൾ ഒന്ന് അങ്ങോട്ട് പോകേണ്ടി വരും നാളെ തന്നെ. അവിടെ എന്തോ ഇഷ്യൂസ് ഉണ്ടെന്ന്. നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ റിമോട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകേണ്ടി വരും. മുൻകൂറായിട്ട് പറഞ്ഞേ ഉള്ളൂ. നീ പാക്ക് ചെയ്യണമെങ്കിൽ പാക്ക് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ എന്തിനു പാക്ക് ചെയ്യണം? അവിടെ പ്രശ്നം ഉണ്ടെങ്കിൽ റാമിനങ്ങ് പോയാൽ പോരെ? ബെസ്റ്റ്. ഇതെന്ത് വാഴക്കാല ജംഗ്ഷനിലേക്ക് ഞാൻ പോണത്? ബിസിനസ് ദുബായിലാണ്. അപ്പോൾ പോകേണ്ടി വരും, എന്തായാലും പോകേണ്ടി വരും. അത്ര ദൂരമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, നീ റെഡി ആയിരിക്കും. നിന്റെ പേരിലാണ് ബിസിനസ്. എൻ്റെ പേര് തുടങ്ങണ്ടായിരുന്നു. എൻ്റെ പേരിൽ പിന്നെ ആരുടെ പേര് തുടങ്ങണം? എൻ്റെയാ? എന്നിട്ട് വേണം ഞാൻ ജയിലിൽ പോവാൻ. എങ്ങനെ ജയിലിൽ പോവാനാ? അല്ലെന്ന് ഞാൻ പറഞ്ഞത്. ഇഷ്യൂ ആത്ത വായ അങ്ങനെ വല്ല എന്തെങ്കിലും പ്രോബ്ലമാ? ഇല്ല, നിങ്ങൾ എന്നെ അവിടെ കൊണ്ടുപോയി ജയിലാക്കാൻ നോക്കാം. എനിക്കറിയാം. ആരാ ജയിലിൽ പോകുന്നു? ഇല്ല മോളെ, ദുബായിൽ നിന്ന് ഒരു കോള്. ചില ഡോക്യുമെന്റ്സ് എന്താ പ്രശ്നം ഉണ്ടെന്ന് വേണ്ട, ഒന്ന് ചെക്ക് ചെയ്യാൻ വെരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊന്ന് പോകേണ്ടി വരും. പറയുമ്പോഴേക്ക് ഇവിടെ കയറി ഞങ്ങൾ വെറുതെ പപ്പ കള്ളം പറ. എന്തോ വലിയ പ്രശ്നമുണ്ട്. എന്നെ അവിടെ കൊണ്ടുപോയി ജയിലടക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യവര്. മമ്മിയുടെ ശല്യം സഹിക്കാൻ വയ്യാതെ ദുബായ് പോലീസിനെ കൊണ്ട് ഒറ്റിയതല്ലേ? സത്യം? തൽക്കാലം ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ ഇതുപോലെ എന്റെ തല തിന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ കൊണ്ടുപോയി അങ്ങനെ ആക്കും. അവിടെ കിടക്കും ചെയ്തു ജയിലിൽ. നിങ്ങൾ ചെയ്തു അപ്പൊ കാണാൻ എന്താന്ന്. അതെ, ബിസിനസ് തുടങ്ങിയപ്പോൾ നിന്റെ പേരിലാണല്ലോ തുടങ്ങിയത്. അപ്പൊ നീ പറഞ്ഞോ രാംകുമാറും കൂടി ആക്കിയിട്ട് ജോയിന്റ് ആയിട്ട് തുടങ്ങുന്നു പറഞ്ഞിട്ട്? ഇല്ലല്ലോ. അപ്പോൾ ബിസിനസ് നിന്റെ പേരിൽ തുടങ്ങി. ഇപ്പോൾ ഇഷ്യൂ ആയപ്പോൾ നീ പോയേ പറ്റൂ. കൂട്ടിന് ഞാൻ വരാം. അഥവാ അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞാൻ ആവശ്യം ഉഷ്കിൽ എന്ന് പറഞ്ഞ് ഞാൻ പോകും. നീ ജയിലിൽ കിടക്കുന്നു. അയ്യടാ, നിങ്ങളെ ഞാൻ വിടും. അപ്പോൾ ഞാൻ അവിടെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം പറഞ്ഞ് ഞാൻ പോകും. ജയിലിൽ കിടന്ന് തന്നെ പറയേണ്ടി വരും ഇതൊക്കെ. ഒപ്പം കിടക്കും. ഞങ്ങൾ ഭാര്യ ഭർത്താവ് എന്തുണ്ടെങ്കിൽ ഒരുമിച്ച് തയ്ക്കണം. ബിസിനസ് നിന്റെ പേരില്ല. അല്ല ഭർത്താവ്. അതെ, ഞാൻ പറയേണ്ടത് പറഞ്ഞു. സാധനങ്ങൾ റെഡിയാക്കി വെക്കും. ഞാൻ പാക്ക് ചെയ്യാൻ പോവാണ്. നീ എന്താ പണി? മോളെ, മമ്മീനെ ജയിലിടുക മോനെ. ഞാൻ ഇടയ്ക്ക് കാണാൻ വരാം മമ്മി. ദിയ അങ്ങനൊന്നും പറയല്ലേ. മമ്മി പാവല്ലേ. സാരല്ല. എനിക്കിപ്പോൾ പപ്പയോട് ഒന്ന് ചോദിക്കും മോനെ എന്താണ്. മമ്മിക്ക് ടെൻഷനാവുന്നു. ഒന്ന് പപ്പയോട് ചോദിക്കുക എന്താന്ന്. ടെൻഷൻ അടിക്കണ്ട, പപ്പ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. ഒന്ന് സമാധാനത്തിൽ പിരിക്കി. ഇല്ല, അത്ര സീരിയസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ തൽക്കാലം സമാധാനത്തിൽ ഇരിക്കും. സെറ്റാക്കാം. മോയ് എന്താ അമ്മ ജോലിക്ക് പോണില്ല? ഇല്ല. എന്തൊരു പനിയല്ലോ ആണോ? പനിയൊന്നുമില്ല, ജോലിക്ക് പോണില്ല. ആന്തരമ്മ നീ ഇന്ന് ക്ലാസ്സിൽ പോകണില്ലേ? ഇല്ല. എന്ത് പോകാത്ത? ഹോളിഡേ ദിവസം ആരെങ്കിലും ക്ലാസ്സിൽ പോകുമ്പോ പിന്നെ ഹോളിഡേ ദിവസം ഞാൻ പോണോ? ഞാൻ ഇനി ജോലിക്ക് പോകണില്ല. ഞാൻ ജോലിക്ക് പോകണില്ല. ജോലിക്ക് പോകണില്ലേ? ഇല്ല. ഇല്ല, ഒരു ജോലി കിട്ടാനുള്ള പാടറിയാല്ല. കള എളുപ്പമാണ്, കിട്ടാൻ വലിയ പാടാണ്. പ്രശ്നമാവും കേട്ടാ. ഞാൻ വന്നപ്പോ കേട്ടോണ്ട് വന്നത് ജോലിക്ക് പോകണില്ലെന്നുള്ളതാണ്. ജോലിക്ക് പോകണില്ല. എന്തൊക്കെ ചിന്തിച്ചെന്നറിയാമോ? പിന്നെ എൻ്റെ കാര്യമോ? എനിക്ക് സൂപ്പർവൈസർ പൈസ കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റൂല. പടവലത്തെ സ്വത്ത് എഴുതി വാങ്ങിയാന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പൊ ഞാനും കൂടെ ജോലിക്ക് പോകാണ്ട് വീട് മുന്നോട്ട് പോവില്ല എന്ന് മനസ്സിലായി. അത് മനസ്സിലായി. നിനക്ക് എന്തിന്റെ അസുഖമാണ്?
ഞാൻ പറയും ഇന്ന് ഹോളിഡേ ആയതുകൊണ്ട് അവൻ സ്കൂളിൽ പോയില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയും ഞാൻ ഇന്ന് ജോലിക്കും പോയില്ല എന്ന് പറഞ്ഞു. ജോലിക്ക് പോകണമെന്ന് കേട്ടപ്പോൾ എൻ്റെ അടിയിൽ നിന്നൊരു വാങ്ങരുത് ആകെ തളർന്നിട്ട് പോകൂലേ. പോകണം, ജോലിക്ക് പോകണം. അയ്യോ, പൈസ വല്ലതും വേണോ? അല്ല, പൈസ എല്ലാം വേണമെങ്കിൽ തരാം. പൈസ വേണ്ടേ? അല്ല, പതിവില്ലാത്തൊരു സോപ്പിടല്ലേ. പിന്നെ അപ്പോഴൊന്നുമല്ല, ജോലിക്ക് പോകണമെന്ന് കേട്ടപ്പോൾ ഒരു വിഷമം അല്ലേ. പൈസ ആവശ്യത്തിൻ്റെ പൈസ ഉണ്ട്. ഇത് +3 എന്താ പറയുക? അധോലോകത്തിൽ തന്നെ വിളിക്കണം എന്നെ. നോക്കട്ടെ. ആടാ ഒരു അധോലോക ബന്ധമുണ്ട് എനിക്ക്. എന്തേ? നിങ്ങൾ അച്ഛൻ്റെ മീശ ഉണ്ടല്ലോ, മാധവൻ തമ്പിയുടെ, അതിന് ഒരു അറബിക്ക് വില പറഞ്ഞു വെച്ചേക്കാം. അങ്ങനെ. പിന്നെ ഒരു കുറെ അവിടെ സിൽവർ താടി ഉണ്ടല്ലോ പടവലത്ത്, അത് മുറിച്ചിട്ട് നല്ല പൈസ കിട്ടും. പട്ടുനൂൽ പുഴുവിന് വരെ ഇത് കൊള്ളാം മറ്റുണ്ടാക്കാൻ. എന്താ ഹലോ 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 കട്ടായി. എന്താ വെച്ചാവുന്നേ? ഞാൻ നിങ്ങളോട് അത്യാവശ്യമായിട്ടൊരു ആവശ്യം പറയാൻ വന്നതാ. അത്യാവശ്യമായിട്ടൊരു ആവശ്യം? അതെന്താ അത്യാവശ്യം? അതായത് വീട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പ്രശ്നമോ? എന്ത് പ്രശ്നം? അച്ഛനമ്മ ഇവിടെ അടികൂടിയാ? അടികൂടിയൊന്നും അല്ല. ഇവിടുത്തെ പറയാൻ വിചാരിച്ചാ പോയായിരുന്നു. ഡീസന്റ് ഫാമിലിയാണ്. പറ. രാവിലെ രണ്ടുപേരോട് കോമഡി പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു. പക്ഷേ അങ്ങനെ പറ. രാവിലെ രണ്ടുപേരും കോമഡി പറഞ്ഞ് ഈ അവസ്ഥ തന്നെ ആയി കാണും. പോണാണത്. അതൊന്നും അല്ല. രാവിലെ രണ്ടുപേരും നല്ല ചിരിച്ചു പിടിച്ച് ഹാപ്പി ആയിട്ടിരുന്നതാ. കുറച്ച് കഴിഞ്ഞപ്പോ പപ്പയുടെ മൂഡ് മാറി. എന്താന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല. മമ്മി ആണെങ്കിൽ എന്തോ ചോദിച്ചു പുറകെ നടക്കുക. പപ്പ വാ തുറക്കുന്നില്ല. അപ്പൊ നിങ്ങളൊന്ന് വരണോ? ചോദിക്കാൻ വേണ്ടി വരണോ? നിങ്ങളെ ചോദിച്ചാ പറയും. നമ്മളെ വെച്ചിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളെ ചോദിച്ചാ പപ്പ എന്തായാലും പറയും. ഞാൻ ചോദിച്ചാൽ പറയുന്നത് എന്റെ വിശ്വാസം. അപ്പൊ പോയി നോക്കാം അല്ലേ? കൊച്ചങ്കയില് ഞങ്ങളിതേ ഒരു ഇച്ചിരി പണിയുണ്ട്, അത് തീർത്തിട്ട് ഇപ്പൊ അങ്ങോട്ട് വരാം. പറഞ്ഞേ. അവരെ കുടുംബത്തിൽ അങ്ങനെ അടി നടക്കാറില്ലല്ലോ. അടിയൊക്കെ എപ്പോഴും എത്ര പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. വാ ഒന്ന് സഹായിക്ക്, കുറച്ച് പണിയുണ്ട്, ഒന്ന് സഹായിക്ക്. ചേട്ടാ വാ ചേട്ടാ, അങ്ങോട്ട് പോകണ്ട, പെട്ടെന്ന് തീർത്തിട്ട് പോവാ. ഒന്ന് ആ പാത്രം ഒന്ന് കഴിത്താ. കേശേ തേങ്ങ ഉണ്ട്. പോയിടാ. എന്താ ഇങ്ങനെ? രാവിലെ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ, ഹാപ്പി ആയിരുന്നല്ലോ, എന്തിനു ടെൻഷൻ അടിക്കുന്നത്? ഞാനൊന്ന് കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. അപ്പാ കാര്യം എന്താന്ന് വെച്ചാ പറ. പ്രശ്നം ഇറങ്ങി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. ഒന്നുമില്ല ദിയാ. റാം നോക്ക്, എന്തെങ്കിലും പ്രശ്നം പറയേ, നമുക്ക് ഡോക്ടറെ കാണിക്കണോ? എന്താ വേണ്ട ചെയ്യാം. എനിക്ക് വേറെ ഒരു പ്രശ്നമില്ല. എനിക്ക് തലക്കിത്തിരി പ്രശ്നമായോ എന്നാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തോ പ്രശ്നമുണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇരിക്കണമെന്ന് അറിയാം. ദിയ, നിങ്ങളൊന്ന് എല്ലാവരും കൂടെ അകത്ത് പോയി തരൂ. എന്താണ് എല്ലാം കൂടെ രാംകുമാർ വളഞ്ഞിട്ട് ആക്രമിക്കണം? എത്ര വട്ടം ചോദിച്ചിട്ട് എന്താ പ്രശ്നം എന്ന് പറയുന്നില്ല. മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുക. അപ്പൊ ചോദിച്ചപ്പോ പറയാ തലയ്ക്ക് സുഖമില്ല. അതിപ്പോ ഹൈമേനെന്ന് പറഞ്ഞായിരിക്കും. എന്താ പ്രശ്നം? എന്താണ്? ഒന്നുമില്ല ബാലു, ഒന്നുമില്ല. ഇല്ല ബാലു, കാര്യമായിട്ട് എന്തോ ഉണ്ട്. ഞാൻ ചോദിച്ചിട്ട് പറയുന്നില്ല, ഭയങ്കര ഡെസ്പാ. എന്താണ് രാംകുമാർ കാര്യം പറ. ഒന്നുമില്ല ബാലു, ഒന്നുമില്ല നീലു. ഞാൻ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞല്ലേ ഞങ്ങൾ വന്നിട്ട് കാര്യമില്ലെന്ന്. നമ്മളോടൊന്നും പറയാൻ പോണില്ല. ഇപ്പൊ എന്നോടും മമ്മിയോടും പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ആലോചനയോട് പപ്പ പറയാറുണ്ടല്ലോ. രാഘുമാറ, എന്നോട് പറയാൻ പറ്റുന്ന കാര്യമാണോ? ഞാൻ എല്ലാവരോടും പറയാം. പക്ഷെ തൽക്കാലം ഹൈമയോട് എനിക്കത് പറയാൻ പറ്റില്ല ഇപ്പോൾ. ഓക്കെ, സാരമില്ല. നിങ്ങൾക്ക് എന്നോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട. എന്താന്ന് വെച്ചാൽ ആയിക്കോട്ടെ. നിങ്ങൾ ബാലുയോട് പറയുമല്ലോ, നിങ്ങളത് ഹാപ്പിയായിട്ട് കാണാൻ പറ്റുമല്ലോ. ബാലുവിനോട് പറയാം, ഒരു സുഹൃത്തെന്ന നിലയ്ക്ക് ഉറപ്പായിട്ടും ഞാൻ പറയാം. ശരി ശരി, എന്നാ ബാധിയ നമുക്ക് പോവാം. എന്താണ് രാഘുമാറ പ്രശ്നം? ഞാൻ നിൽക്കാമോ? അല്ല നിന്നോളൂ. അല്ല എന്നോട് പറയാൻ പറ്റുമോ? ഹൈമ കേൾക്കാൻ പാടില്ല എന്നേ പറ. എന്താണ് ഹൈമ കേൾക്കാൻ പാടില്ലാത്ത പ്രശ്നം? ഓഫീസിലെ മറ്റേ വൈകിയ അതാണ്. അതല്ലെന്ന്. പിന്നെ എന്താണ് ഹൈമ കേൾക്കാൻ പറ്റാത്ത കാര്യം? എന്താണ്? ഗൾഫിൽ ഒരു ചെറിയ പ്രശ്നം. എന്ത് ഗൾഫിൽ നിന്ന് ക്രൂഡ് ഓയിൽ കൊണ്ട് വരണില്ലേ? അതല്ലെന്ന്. പിന്നെ നമ്മളൊരു ബിസിനസ് തുടങ്ങിയല്ലോ അവിടെ ദുബായിൽ. ബാലുവിന് അറിയാമല്ലോ. അവിടെ ഒരു ചെറിയ പ്രോബ്ലം. അതവിടെ ചെന്നാൽ തീരൂലേ? ഇല്ല എന്ന് അങ്ങനെയല്ല. അത് ആ ബിസിനസ് ഞങ്ങൾ തുടങ്ങിയത് അവിടെ ഒരാളുടെ അടുത്ത് പാർട്ട്ണർഷിപ്പിലായിട്ടാണ്. ആ ബിസിനസ് ആണെങ്കിൽ ഹൈമയുടെ പേരിലാണ്. ഈ പാർട്ട്ണർഷിപ്പിൽ തുടങ്ങിയത് അവിടുത്തെ ഒരു ലോക്കൽ ആളാണ്. അവൻ തനി തരികിടയാണെന്ന് ഇപ്പോഴാണ് അറിയണത്. അവൻ ഒരുപാട് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതോടെ ഇത്തിരി മേജർ പ്രശ്നമായിരിക്കുകയാണ്. ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞ് പറഞ്ഞാൽ ഹൈമേനെ അറസ്റ്റ് ചെയ്യുക ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവളുടെ അടുത്ത് എങ്ങനെ പറയുന്നു പണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പോയേ പറ്റൂ നമുക്ക്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇതിപ്പോൾ രാംകുമാർ ഹൈമയും കൂടെ അവിടെ ചെന്ന് എല്ലാ കാര്യങ്ങളും സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമാണോ?
പോയി സംസാരിച്ച തീർന്ന പ്രശ്നമാണെന്ന് നോക്കിയാൽ അത് അത്ര ചെറിയ പ്രശ്നമല്ല. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യ്, അങ്ങോട്ട് പോകണ്ട എന്ന് നോക്ക്. അതല്ല നീലു, ഈ പ്രശ്നത്തിൽ അവിടുത്തെ സ്റ്റാഫും കൂടി പെട്ടിരിക്കുകയാണ്. ആ പിള്ളേരൊക്കെ നമ്മളെ വിശ്വസിച്ച് ഇവിടെ നിന്ന് പോയ പിള്ളേരാണ്. അപ്പം നമ്മളവിടെ പോയിട്ട് അറ്റ്ലീസ്റ്റ് അവരൊന്ന് പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ ഫേസ് ചെയ്യാം. ഞാൻ ഫേസ് ചെയ്യാം. അല്ല, അവിടുത്തെ സ്റ്റാഫിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇത്രയും നല്ല മനസ്സുള്ള രാംകുമാരൻ ഒരിക്കലും ദൈവം കൈവിടില്ല. നിങ്ങൾ പോയിട്ട് വാ, എല്ലാം ശരിയാവും. നോക്കാം. ഇത് ഹൈമ അറിഞ്ഞായിരുന്നോ? ഏയ് ഇല്ല, അതെങ്ങനെ പറയുന്നതാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. തൽക്കാലം പറയണ്ട ഹൈമ, അവിടെ ചെന്നിട്ട് കാര്യങ്ങളൊക്കെ നേരെ ആവുമ്പോൾ പറഞ്ഞാൽ മതി. നിങ്ങൾ ധൈര്യമായിട്ട് പോയിട്ട് വാ, ദേ നമ്മൾ നോക്കിക്കോളാം അല്ലേ? പിന്നെ താങ്ക്സ് പാ. സംസാരിച്ച ഏത് ചെറിയ കാര്യത്തിനാണ് പപ്പ ഈ ടെൻഷൻ അടിച്ചത്? ഇതെന്തോന്ന് ഹൈമ കെട്ടുവോനിങ്ങനെ? ചെറിയ കാര്യമോ? ആ നിസ്സാരം. അവിടെ എന്തോ ഗൾഫിലേ അവിടുത്തെ ഓഫീസിൽ എന്തോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, എല്ലാം ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് നിങ്ങളവിടെ ചെന്നാൽ തീരാവുന്നതേ ഉള്ളൂ. ഹൈമ രാംകുമാർ അവിടെ ചെല്ലുക, പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. റാം, ഈ ചെറിയ പ്രശ്നത്തിനാണോ നിങ്ങൾ രാവിലെ ടെൻഷൻ അടിച്ചത്? നമ്മളെ വെറുതെ തീറ്റിച്ച്. ഓക്കെ ഓക്കെ. ദേ ദിയയുടെ കാര്യം ഓർത്ത് ടെൻഷൻ അടിക്കണ്ട, ദേ ഞങ്ങൾ നോക്കിക്കോളാം. താങ്ക് യു. രാംകുമാർ എപ്പോഴാണ് പോണേ? എത്രയും പെട്ടെന്നുള്ള ഫ്ലൈറ്റിൽ പോകണമല്ലോ. നെക്സ്റ്റ് ഫ്ലൈറ്റ് അപ്പോൾ കിട്ടും നോക്കണം. എന്നാൽ പിന്നെ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്, വൈകണ്ട. ഓക്കെ എന്നാ പോലോ, ഞാനൊന്ന് പോയി പെട്ടെന്ന് റെഡി ആവട്ടോ. കുറച്ച് പേപ്പേഴ്സൊക്കെ റെഡിയാക്കാം. ശരി, ഓക്കെ. വാ കം. അങ്ങനെ രാംകുമാർ ദുബായി പോകണം. എനിക്കൊന്നും കേൾക്കണ്ട, എനിക്ക് അങ്ങോട്ട് വന്നേ പറ്റത്തുള്ളൂ. എന്തോന്ന് കഷ്ടപ്പാട്, എല്ലാ കഷ്ടപ്പാടും സഹിക്കാൻ തന്നെയല്ലേ നിന്നോട് ഇറങ്ങി വന്നത്. എനിക്കൊന്നും കേൾക്കണ്ടെന്ന്. പപ്പയും മമ്മി ഇന്ന് എന്തുവല്ല ബാംഗ്ലൂർ വരും. അവരെന്നിട്ട് ബാംഗ്ലൂരിൽ നിന്ന് ദുബൈയിലോട്ട് ഫ്ലൈറ്റ് കയറിപ്പോ ഞാനപ്പോൾ അവരോട് വരുകയും ചെയ്യും. നീനെ പിക്ക് ചെയ്യാൻ വന്നേ പറ്റത്തുള്ളൂ. ഇതെന്തൊരു കഷ്ടം, ഒരു ദിയയില്ല. എനിക്കൊന്നും കേൾക്കണ്ട, ഒരു കഷ്ടപ്പാടും ഇല്ല. ഇനി ബാക്കി കഷ്ടപ്പാടൊക്കെ അവിടെ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാം. ഓ നോക്കാന്നൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, ഉറപ്പിച്ചു വെക്കത്തുള്ളൂ. പിന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട വല്ല വേണമെങ്കിൽ ഞാൻ നീലമ്മയോട് പറഞ്ഞ് ഉണ്ടാക്കിപ്പിച്ചോണ്ട് വരാം. ബൈ. ഈ രാംകുമാറിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ബഹുമാനം തോന്നുന്നു. ദുബായിൽ രാംകുമാർ എത്രയും പെട്ടെന്ന് ചെന്നില്ലെങ്കിൽ അവിടുത്തെ ജോലിക്കാർ പെട്ടുപോകുന്നു, മറ്റേ കേസിന്റെ സംഭവങ്ങളെ. അപ്പോൾ രാംകുമാർ പെട്ടെന്ന് പോവേണ്. എന്ത് നല്ല മനുഷ്യല്ലേ. ആ ബിസിനസ്സുകാരായ അങ്ങനെ വേണം. അല്ലാതെ ബിസിനസ് എന്നും പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് അച്ഛനെയും വേണ്ട, അമ്മയും വേണ്ട, ഭാര്യയും വേണ്ട, മക്കളെയും വേണ്ട എന്ന് പറയണ ആൾക്കാരാവരുത്. അല്ല, അതിപ്പോ ഇവിടെ പറയാൻ കാരണം എന്താണ്? അല്ല, ഒരു നമ്മളിങ്ങനെ കാഷ്വലായിട്ട് സാഹചര്യം കിട്ടിയപ്പോൾ പറഞ്ഞു മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചേ എല്ലാം റെഡിയായാ പോവാനുള്ളതൊക്കെ? കൊച്ചിന്ന് ടിക്കറ്റ് കിട്ടിയില്ല നീലമ്മ, അപ്പൊ ബാംഗ്ലൂർ എന്നിട്ട് അവിടുന്ന് പോകാൻ വേണ്ടിട്ടാ. ചേച്ചി എപ്പോഴും ഇങ്ങോട്ട് വരുന്നത്? ചേച്ചി ഇനി ഇങ്ങോട്ട് വരുന്നില്ല, അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ വന്നത്. അതെന്താണ്? ഇവൻ എന്നെ കളിയാക്കിയില്ലേ, ഭർത്താവിന്റെ അടുത്തോട്ട് പോകുന്നില്ലേ, നാണമില്ലേ കണ്ടുപിടിക്കാന്നൊക്കെ. അപ്പൊ ഞാൻ അവനെ വിളിച്ച് ഞാൻ പോവാ. അവൻ പറഞ്ഞൊന്നും പറഞ്ഞത്ര. അല്ല മോളെ, അത് നല്ലത്. ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കണം, അതാണ് നല്ല കാര്യം. നന്നായി, അങ്ങനെ വേണം. അവനെ വിളിച്ച് സംസാരിച്ച് അപ്പൊ ഇനി ഞാൻ ഇങ്ങോട്ട് വരുവാണെങ്കിൽ അവൻ്റെ കൂടെ വരുന്നുള്ളൂ. അത് മതി. എന്തായാലും കൊച്ചു പോവല്ലേ അങ്ങോട്ട്, അവന് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം, കൊണ്ടു കൊടുക്ക. അതവൻ പറഞ്ഞായിരുന്നു, കുറെ ഇഷ്ടപ്പെട്ട സാധനത്തിന് ലിസ്റ്റൊക്കെ അയച്ചിട്ടുണ്ട്, അത് നീലമ്മയും കൊണ്ട് ഉണ്ടാക്കി അതും കൊണ്ട് ചെല്ലണം എന്നാ പറഞ്ഞേക്കുന്നത്. ആണോ? എന്നാ പിന്നെ ഉണ്ടാക്കി തരാം ഞാൻ. ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം. ഞാനേ എന്നാ പോട്ടെ, കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനുണ്ട്. ശരി ശരി ശരി. അതെ, ആ ലിസ്റ്റ് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്തേക്ക്. പോവാ. ഞാൻ പോയിട്ട് സാധനങ്ങളൊക്കെ നീ അയച്ചു വാങ്ങിക്കൊണ്ടുവരാം. കുറച്ച് മീൻ മേടിച്ചേക്ക്, അവന് മീനച്ചാറ് ഇഷ്ടമാണ്. മീനച്ചാറ് കുറച്ച് കായം മേടിച്ചു, നമുക്ക് ചിപ്സ് ഉണ്ടാക്കാം. ലോലിപോപ്പ് ഭയങ്കര ഇഷ്ടം, അത് മേടിച്ചോ. ആ കൂട്ടത്തിൽ നിനക്ക് വാങ്ങിക്കാം. ലോലിപോപ്പ് ബാംഗ്ലൂരിൽ നിന്ന് കിട്ടില്ലല്ലോ, ആ കൂട്ടത്തിൽ അവർക്ക് വാങ്ങിക്കാൻ വേണ്ടിയുള്ള വാങ്ങിച്ചു തരാം കേട്ടാ. ഞാൻ പൈസ എടുത്തിട്ട് വരാം. എന്റെ ചെറുക്കനെ വാങ്ങിക്കാൻ വേണ്ടി നിന്റെ പൈസ വേണം, ഞാൻ പോയിട്ട് വരാം. അമ്മ നമ്മുടെ ഹൈമാൻഡിക്ക് കൂടെ കുറച്ച് കൊടുത്തു. ഹൈമാൻഡിക്ക് കൊടുത്തിന്റെ ആവശ്യമൊന്നുമില്ല, അവസാനം അത് പോലീസ് തിന്നും. പോലീസ് ഒന്ന് പോവാൻ അല്ല ഒന്നും ഇല്ലടർക്കാം. പോ, നിനക്ക് എന്തൊക്കെ അറിയണം? എനിക്കൊന്നും അറിയണ്ട, അതൊക്കെ അറിയണോല. സത്യം പറഞ്ഞ പോലീസ് തിന്നോളൂ, അകത്ത് ചെന്നോടനെ ഹൈമാൻഡ് അകത്തല്ലേ പോണ്ടേ? അവന്റെ ചെവി അറിയാം. ശരി ശരി ശരി, ഞാൻ പോയി വാങ്ങിച്ചു തരാം. ഇറങ്ങേണ്ട പാലോ. മറ്റേ വണ്ടി രണ്ടും കൂടെ കിടക്കേണ്ട കാറ്, അപ്പോൾ സ്വന്തം വണ്ടി പോലും ഉപയോഗിക്കാം. അതിന്റെ കാര്യത്തിൽ രാംകുമാർ ടെൻഷൻ അടിക്കണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളെ അതെന്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ നോക്കും. ലൈസൻസ് ഉണ്ടോ?
ഇല്ല എടുക്കാമല്ലോ. കോമഡി അടിക്കല്ല, സീരിയസ് ആയിട്ടില്ല, ആവശ്യമില്ല. ദിയാ, മോള് പോകുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. പക്ഷെ എവിടെയാണെങ്കിലും എല്ലാ ഭാര്യമാരും ആഗ്രഹിക്കുന്നതും ഭർത്താവിൻ്റെ കൂടെ നിൽക്കണം എന്നാ അല്ലേ? കൊച്ചിനും ഇല്ലേ ആഗ്രഹം? അപ്പോൾ ഞാൻ അവിടെ പോയി നിൽക്കുക. പിന്നെ അവന് ചെറിയ എടുത്തിയാട്ടമൊക്കെ ഉണ്ട്, കൊച്ചിനും ഉണ്ട് എടുത്തിയാട്ടം. രണ്ടുപേരും അതൊക്കെ കളഞ്ഞ് വളരെ സീരിയസ് ആയിട്ട് ലൈഫിനെ കാണാൻ നോക്ക്. ഇല്ലേ? അങ്ങനെ വേണ്ടേ ഇനി? പോയിട്ട് വാ. ഇനി ആരോട്ട് വഴക്കിടൂടാ? അവിടെ ചെന്ന് ചേട്ടനോട്ട് വഴക്കിട്. ഞാൻ അവിടെ വണ്ടി വിളിക്കാൻ വന്നേ അടിയും. അടിക്കോ? വിളിക്കണോ? വിളിക്കാം. ഹലോ, പോവാ. വരുന്നോ? വരുന്നോ എൻ്റെ കൂടെ? പോട്ടെ, വിളിക്കോ എന്നെ? വീഡിയോ കോൾ ചെയ്യോ? ചേട്ടൻ്റെ അടുത്ത് പറയാം. ഏത് ചേട്ടൻ്റെ അടുത്ത്? ചേട്ടൻ്റെ അടുത്ത് വീഡിയോ കോൾ ചെയ്യാൻ. അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കല്ലേ കേട്ടോ. കട്ടിപ്പിടിച്ചിടുമ്പോ അതെ, ഞാൻ കുറെ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒന്ന് മനസ്സ് വെച്ചേക്കല്ലേ കേട്ടോ. ഇല്ല, വിഷമിക്കണ്ട, ഞാൻ പെട്ടെന്ന് വരാം. കേട്ടോ. പോട്ടെ. അതെ, ഭർത്താവിൻ്റെ അടുത്തോട്ടില്ല പോണേ. ഇങ്ങനെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ ഇല്ല, പോയിട്ട് 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 ആ ചെല്ലേ ചെല്ല, ചുമ്മാ കരയൊന്നുമില്ല. ചുമ്മാ സീനുണ്ടാകാ. നല്ല കുട്ടിയായിട്ട് ഇരിക്കണം കേട്ടോ. വഴക്കൊന്നും ഉണ്ടാക്കരുത് രണ്ടുപേരും കൂടെ, കേട്ടല്ലോ. അവന്റെ ദേഷ്യമൊക്കെ മാറ്റി കൊടുക്കണം. ഇനി വരുമ്പോ നല്ല കുട്ടിയായിട്ട് വരണം. ശരി. എന്തൊരു സന്തോഷം, ഞാൻ പോകുന്നതിന് സന്തോഷം. വിളിക്കണം കേട്ടോ, ചെന്നിട്ട് വിളിക്കാം. ശരി. ഓക്കെ. Checking Value Plus card. Just pay rupees 2,999 and get food worth rupees 4,000.